ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു എഗ് ബിരിയാണിയാണ് ആക്കുന്നത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് ബാസ്മതി അരി ഒന്ന് നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കുതിർത്താൽ മതി കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് അത്യാവശ്യം ഒരു 1/4 ഗ്ലാസ്സോളം. അതിന് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. അതുപോലെ 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ, ഒരു സവാള, ഒരു തക്കാളി, പച്ചമുളക്, പിന്നെ പൊടികളിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ചധികം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ടുള്ള മസാലയിൽ ആഡ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മുട്ട ഞാൻ സെപ്പറേറ്റ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ പാരലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ ഒരു 1/4 ഭാഗം വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അതിനകത്തേക്ക് നമ്മൾ ബാസ്മതി റൈസ് സോക്ക് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏകദേശം മുങ്ങി നിൽക്കെ വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക വേണ്ട അരി. അപ്പോൾ അരി ഒരു 1/4 വേവായാൽ മതി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഓക്കെ, ഇവിടെ ഞാൻ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് അത് ക്ലീനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് സെപ്പറേറ്റ് ഒരു പ്ലേറ്റിൽ. അപ്പോഴേക്കും പാരലായിട്ട് നമ്മുടെ അരി ഒന്നിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ കുക്കറിലൊക്കെ എടുത്തിട്ടാൽ ഇത് പെട്ടെന്ന് അടിഞ്ഞു പോവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഒരു 1/4 വേവ്, ഒരു ഭാഗം വെന്ത പോലെ ഒരു ഭാഗം കുറച്ചൊരു പച്ച പോലെയും തോന്നുന്നു, ഏകദേശം ആ ഒരു ഭാഗം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ സവാള നേർങ്ങനെ നീളത്തിൽ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തക്കാളിയും കുറച്ച് നീളത്തിലായിട്ട് മുറിച്ചെടുക്കാം. ഇവിടെ കുട്ടികളൊക്കെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ യൂഷ്വലി തക്കാളിയൊക്കെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കും. അതുപോലെ പച്ചമുളകും നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അല്ലെ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണെങ്കിൽ ഇനിയും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് എളുപ്പത്തിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൺഡേസിലൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്നും ചിക്കൻ ആക്കുമ്പം ഒരു വ്യത്യാസത്തിന് വേണ്ടി നമുക്കിത് ആക്കാം. അതുപോലെ തന്നെ ലഞ്ചിന് കുട്ടികൾക്ക് കൊടുക്കാനും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ അരിയുടെ വേവ് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം കറക്റ്റ് വേവിലാവണം. അപ്പം ഇതൊരു ഇതുപോലത്തെ അരിപ്പ പാത്രത്തിലേക്ക് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു വലിയ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ സവാളയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല. ചിക്കൻ മസാല ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതാണ് കുറച്ച് അധികം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളടുത്ത് ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിനകത്തേക്ക് നല്ല കൊത്തിയരിഞ്ഞ തക്കാളിയും കുറച്ച് മല്ലിയിലും ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ എത്ര നന്നായിട്ട് നിങ്ങൾ മസാല വഴറ്റുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ റൈസിന്. ഇതൊന്ന് പാകമായി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച മുട്ട നമ്മളിതിലേക്ക് ഇതുപോലെ നന്നായിട്ട് ഓരോന്നായി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മസാലയുടെ മുകളിൽ വേണം മുട്ട വയ്ക്കാൻ. ഡയറക്റ്റ് വെച്ചാൽ പാനിൽ ഡയറക്റ്റ് മുട്ടുന്ന പോലെ വെച്ചാൽ അത് കുറച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ലെയറായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കുറച്ച് സമയം ദം ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 വേവിലെടുക്കുന്നത്. ഇനി ഒരു ലെയർ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയില ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇതുപോലെ തൂവി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഓരോ സൈഡിലേക്കായിട്ട് ഓരോ ലെയറിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈവണായിട്ട് വന്നോളും. പിന്നെ നെക്സ്റ്റ് ലെയർ വീണ്ടും നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ബാക്കിയുള്ള മല്ലിയിലയും നെയ്യും അതുപോലെ തന്നെ ഗരം മസാലയും അടുത്ത ലെയറിലും സെയിം അതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ചിട്ട് കുറച്ച് സമയം ദം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നും ഒരേ ബിരിയാണി തിന്ന് ബോറടിക്കുമ്പം നമുക്കൊരു വെറൈറ്റിക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്കൊരു വ്യത്യാസത്തിന് നമുക്കിതൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ
നിങ്ങൾക്ക് പ്രോൺ വെച്ചിട്ട് അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി അങ്ങനെ പലതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം ഇതേ സ്റ്റൈലിൽ തന്നെയാണ് എല്ലാം നമുക്ക് ചെയ്യുന്നത്. മസാലാസ് നമുക്ക് വേണമെങ്കിൽ അതുപോലെ കുറച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ റെസിപ്പീസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുകളിൽ ജസ്റ്റ് കുറച്ച് മല്ലിയില വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ഒരു സാലഡ്, തൈര് വെച്ചിട്ടുള്ളൊരു സാലഡിൻ്റെ ഒപ്പരമൊക്കെ സെർവ് ചെയ്യാം. താങ്ക്